വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ വിജിലൻസ് കേസെടുത്തു. വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് MLAക്കെതിരെ? ദിവ്യ, മുൻ DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പിറകെയാണ് MLA ആയിരിക്കുന്ന IC ബാലകൃഷ്ണനെതിരെ വിജിലൻസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുകയും പുറത്തിറങ്ങുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ സാമ്പത്തികമായി, അതായത് ഈ ബത്തേരിയിലെ സർവീസ് സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണൻ MLA സാമ്പത്തിക ഇടപാട് നടത്തിയെന്നുള്ള ഒരു NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിക്കൊണ്ട് ഈ ഒരു NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ മുൻകൂർ ജാമ്യത്തിലാണ് IC ബാലകൃഷ്ണൻ. ഇതിന് പുറമെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ MLA ക്രമക്കേടുമായി ബന്ധപ്പെട്ട MLA സാമ്പത്തിക ലാഭമുണ്ടാക്കിയോ നേട്ടമുണ്ടാക്കിയോ എന്നാണോ പരിശോധിക്കുക? തീർച്ചയായും ദിവ്യ, അത് തന്നെയാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധിച്ചിരിക്കുന്നത്. അതായത് NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട് IC ബാലകൃഷ്ണൻ MLA നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെ ഈ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ട അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് MLA പറയുന്നത്. തന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടതാണ്. താൻ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് IC ബാലകൃഷ്ണൻ MLA ഇപ്പോൾ പറയുന്നത്. നിയമനക്കോഴയുടെ പരാതിയിലാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ വിജിലൻസ് FIR ഇട്ടത്. വിവരങ്ങളാണ് ഫൈസൽ നെടുമ്പാല നൽകിയത്.